മൊബൈൽ ഫോണുകളുടെയും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളുടെയും മാസ് കളക്ഷനുമായി ഗൾഫോണിന്റെ 7ാമത്തെ ഷോറൂം വളാഞ്ചേരിയിലും. ഗൾഫോൺ കോഴിക്കോട് റോഡ് നിയർ വിശാൽ മാർട്ട് വളാഞ്ചേരി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. 2026-28 വർഷത്തേക്കുള്ള ഭരണസമിതിയെ യോഗം തെരഞ്ഞെടുത്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വളാഞ്ചേരി യൂണിറ്റ് വാർഷിക ജനറൽ ബോഡിയിൽ 2026-28 വർഷത്തേക്കുള്ള പുതിയ ഭരണസമിതിയെ തിരഞ്ഞെടുത്തു. കെ മുഹമ്മദ് അലി പ്രസിഡന്റായും ഷാജഹാൻ എന്ന മണി ജനറൽ സെക്രട്ടറിയായും പ്രേമാനന്ദ് ട്രഷററായുമുള്ള ഭരണസമിതിയെ വോട്ടെടുപ്പിലൂടെയാണ് തെരഞ്ഞെടുത്തത്. 503 വോട്ട് നേടിയാണ് കെ മുഹമ്മദ് അലി വിജയിച്ചത്. ഹാജി മമ്മി പാലറ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. 50 വർഷം വ്യാപാരം ചെയ്തവരെ ജനറൽ ബോഡിയിൽ ആദരം നൽകി. സംസ്ഥാനത്ത് ആദ്യമായി 70 വയസ്സ് തികഞ്ഞ മുഴുവൻ വ്യാപാരികൾക്കും മാസാനന്തര പെൻഷൻ നൽകുന്ന വ്യാപാരി വയോമിത്ര പെൻഷൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞുമുഹമ്മദ് ജനറൽ ബോഡി യോഗം ഉദ്ഘാടനം ചെയ്തു. പി ബഷീർ, നിവിൽ ഇബ്രാഹിം, നാസർ ടെക്നോ, ലൗലി മുഹമ്മദ് തുടങ്ങിയവർ ജനറൽ ബോഡി നിയന്ത്രിച്ചു. നൂറ്റാണ്ട് കാലമായി സംഘടനാ രംഗത്ത് സജീവമായിട്ട് നിലനിൽക്കുന്ന ഒരു എളിയ പ്രവർത്തകനാണ് ഞാൻ. അത് സാധാ മെമ്പറായിട്ടുണ്ട്, എക്സിക്യൂട്ടീവ് മെമ്പറായിട്ടുണ്ട്, സെക്രട്ടറി ആയിട്ടുണ്ട്, വൈസ് പ്രസിഡൻ്റ് ആയിട്ടുണ്ട്, ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്. കഴിഞ്ഞ 4 വർഷക്കാലമായിട്ട് ഈ സംഘടനയുടെ പ്രസിഡൻ്റായി വളാഞ്ചേരിയിലെ വ്യാപാരികൾ ഇരു കയ്യും നീട്ടി എന്നെ സ്വീകരിച്ചു എന്നുള്ളതിൽ വലിയ ചാരിതാർത്ഥ്യവും അതിലേറെ സന്തോഷവുമുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 1 വർഷക്കാലം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ വ്യാപാരികളുടെ ഉന്നമനത്തിന് വേണ്ടിയ അഹോരാത്രം ഞങ്ങൾ ഈ സംഘടന ഇതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഈ നേതൃത്വത്തിലിരിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് വ്യാപാരികളിൽ നിന്നുള്ള കലവറയില്ലാത്ത പിന്തുണ, അവരുടെ സ്നേഹവായ്പകൾ സത്യത്തിൽ എന്നെ ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ദൈനംദിന വിഷയങ്ങളിൽ അവരുടെ ഒരു കുടുംബാംഗത്തെ പോലെ ഒപ്പം സംഘടനയുടെ ഒരു പരിരക്ഷ വളാഞ്ചേരിയിലെ വ്യാപാരികൾക്ക് ഉണ്ടായിട്ടുണ്ട്.